ഗ്രോ ബാഗ് വെയിറ്റ് ഇല്ലാതെ എങ്ങനെ നിറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലൊരു ബോട്ടിലെടുക്കുക. PVC പൈപ്പ് ഇതേ വലുപ്പത്തിലുള്ളതുണ്ടെങ്കിൽ അതായാലും മതി. നമ്മുടെ കൈ ഇറങ്ങണം ഈ കുപ്പിക്കകത്തൂടെ, അത്രേ ഉള്ളൂ. ആ വലുപ്പമുള്ളത് വേണം എടുക്കാൻ. ഗ്രോ ബാഗിൻ്റെ സെൻറ്ററിലെടുക്കുക. ഈ ഗ്രോ ബാഗിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചാക്ക് അങ്ങനെയുള്ള വലിയ പോട്ട് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എടുക്കാം. ചട്ടിയൊക്കെ എടുത്തിട്ട് ചട്ടിക്കകത്ത് ഇതേപോലെ തന്നെ നമുക്ക് നിറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ നടുക്ക് കല്ല് വെക്കുന്നത് ഈ ഗ്രോ ബാഗിൻ്റെ ഈ കുപ്പി നല്ല സെൻറ്ററിലായിട്ട് ഉറച്ചിരിക്കാനും വേണ്ടി നമ്മൾ നടുക്ക് വെക്കുന്നത്. ആ കല്ല് നമ്മൾ എടുത്ത് മാറ്റും ഏറ്റവും ഒടുവിൽ. ഇതിനകത്ത് നിറയ്ക്കാനായിട്ട് ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, ഇത്രയും സംഭവങ്ങളാണ് മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കരിയില, നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങി മാറ്റി വെച്ചേക്കുന്ന തൊലി, അതുപോലെ തന്നെ മുട്ടത്തോടെ പഴത്തൊലി ഉണങ്ങിയത്, ഇതൊക്കെ ഇതിനകത്ത് ഇടാം. അതുപോലെ ശീമക്കൊന്നയുടെ ഇല ഇടയ്ക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തപ്പോൾ ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടാം. ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി, എല്ലുപൊടി, ഇതെല്ലാം കരിയില, ഇതെല്ലാം ഇടയ്ക്ക് ലെയറായിട്ട് എടുക്കുക. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് നല്ലതായിട്ട് അമർത്തി വേണം. കരിയിലയും ഈ ന്യൂസ് പേപ്പറും ഒക്കെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൈ കൊണ്ട് അമർത്തി നല്ലതായിട്ട് ഫില്ല് ചെയ്ത് വേണം ഇത് വെക്കാൻ. ചുറ്റും വെക്കുമ്പോൾ ഒരുപാട് കരിയിലയൊന്നും വേണ്ട. ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള കരിയില മതി. പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിത് ചെടി വെച്ച് കൊടുക്കുന്നത്. അതായത് കുപ്പി നമുക്ക് ഇത് കുപ്പിക്കകത്തും അതുപോലെ നിറച്ചിട്ട് നമ്മൾ ഈ കുപ്പി ഇങ്ങ് മാറ്റും. എന്നിട്ട് ആ കുപ്പി ഇരുന്ന സ്ഥാനത്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് നട്ട് വെക്കുന്നത്. അതെന്ത് വേണേലും ആകാം. പച്ചമുളക്, വഴുതന തൈയ്, തക്കാളി, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാച്ചിലും ചേനയും വേണമെങ്കിലും നട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്താൽ ഇതെല്ലാം ചാക്കിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഉണ്ടാകും. പച്ചമുളകൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം. ലൈറ്റ് വെയിറ്റാണ്, വെയിറ്റില്ല. അപ്പോൾ നിങ്ങളതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഈ ഗ്രോ ബാഗ് 1 വർഷം കൂടെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഗ്രോ ബാഗിന് വലിയ കേട് സംഭവിക്കത്തില്ല. അതും ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്.